ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാ ട്രിഗണോമെട്രി ആണേ. ഇച്ചിരി വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഏരിയയാണ് ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റിവിഷൻ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻസ് ഫുൾ എന്ത് ചെയ്യണം, ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് എന്താണ് ചാപ്റ്റർ വൈസ് ഏതൊക്കെയാണ് അതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ എന്താണ് ചെയ്തു പോയത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ അതിൽ എന്താണ് പഠിക്കാനുള്ളത്, ഡിഗ്രി റേഡിയനിലോട്ടാക്കാനാണ്. അപ്പോൾ ഡിഗ്രി റേഡിയനിലോട്ടാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിന് എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി, ഇൻറ്റു π/180 ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതിയുടെ π/180. π/180 ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഡിഗ്രി എന്തിലോട്ടാക്കാം, റേഡിയം വാല്യൂ ആക്കാൻ പറ്റും. ഇനി നമുക്ക് റേഡിയം വാല്യൂവിനെ ഡിഗ്രിയിലോട്ടാക്കാനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ, റേഡിയം വാല്യൂവിനെ ഡിഗ്രിയിലോട്ടാക്കാനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 180/π കൊണ്ട് എന്ത് ചെയ്താൽ മതി, അതിനെ ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. 180 ഡിഗ്രി എന്ന് പറയുന്നത് ഇക്വലൻ്റ് ആരാണ്ടാ, പൈ ആണ്. 90 ഡിഗ്രി ഇക്വലൻ്റ് ആയിട്ട് റേഡിയം വാല്യൂ എന്ന് പറഞ്ഞാൽ π/2 ആണ്. അതുപോലെ എന്താണ് നമുക്ക് അടുത്ത വരുന്നത് സംഭവം 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ π/4 ആണ്. ഇതിനിടയിൽ 60 ഡിഗ്രി വരുന്നുണ്ട്, എത്രയാണ്, π/3 ആണ്. അതുപോലെ 30 ഡിഗ്രി വരുന്നുണ്ട്, π/6 ആണ്. ഇതെല്ലാം സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ്, പഠിച്ചു വയ്ക്കുക. അതുപോലെ 360 ഡിഗ്രി എന്ന് പറയുന്നത് എത്രയാണ്, 2π ആണ്. ഇതെല്ലാം നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അതുപോലെ റൈറ്റ് ട്രയാങ്കിളിൽ എന്താണ് സൈൻ തീറ്റ എന്ന് പറയുന്നത്, എന്താണ് സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ എന്താണ്, ഹൈപ്പോട്ടന്യൂസ് ആണ്. അതുപോലെ എന്താണ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് അഡ്ജസൻ്റ് സൈഡ് ബൈ എന്താണ്, ഹൈപ്പോട്ടന്യൂസ് ആണ്. അതുപോലെ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഒപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. ഇതെല്ലാം ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തോർത്ത് പോവുക. ഇതിനെല്ലാം തലയിരിക്കുമ്പോൾ ആരായി, കൊസീക്കായി, കൊസി തീറ്റയായി. കോസീറ്റ് തലയിരിക്കുമ്പോൾ ആരായി, സീക്ക് തീറ്റയായി. അതുപോലെ ടാന് തലയിരിക്കുമ്പോൾ ആരായി, കോട്ട് തീറ്റയൊക്കെ ആയി. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്തിട്ട് പഠിക്കാനുള്ളത് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, 1/കൊസീക്ക് തീറ്റയാണ്. അതുപോലെ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 1/സീക്ക് തീറ്റയാണ്. അതുപോലെ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ 1/കോട്ട് തീറ്റയാണെന്നും ഇതുപോലെ തലരിഞ്ഞ് വരും. കൊസീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ ആരാണ്, കൊസീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ 1/സൈൻ തീറ്റയാണ്. അതുപോലെ സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ 1/കോസ് തീറ്റയാണ്. അതുപോലെ കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ 1/ടാൻ തീറ്റയാണ്. ഇനി ടാൻ തീറ്റയ്ക്കും കോട്ട് തീറ്റയ്ക്കും വേറൊരു എക്സ്പ്ലനേഷൻ കൂടെ ഉണ്ട്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. ഇപ്പോൾ കോട്ട് തീറ്റയുടെ മക്കളെ തലയായിരിക്കും ഇതിന്, അപ്പോൾ എന്താവും, കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്നൊക്കെ ആവും. ഇനി നമുക്ക് പഠിക്കാനുള്ള ഐഡൻറ്റിറ്റീസ് ഉണ്ട്. എന്താണ് ഈ ഐഡൻറ്റിറ്റീസ് എന്ന് പറയുമ്പോൾ, ഐഡൻറ്റിറ്റീസ് ഇത് തന്നെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. എടാ എപ്പോഴും ഭയങ്കര ഉപയോഗമുള്ള സാധനമാണ് ഇത്, എപ്പോഴും ഓർമ്മ വേണം, നിങ്ങളുടെ തലയിൽ എപ്പോഴും വേണ്ട സാധനമാണ്. 1 എവിടെ കണ്ടാൽ നിങ്ങൾക്ക് ഓർമ്മ വരണം, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ കൊടുത്താലോ എന്നൊരു ആലോചന വേണം. അതുപോലെ നമുക്ക് അടുത്ത പഠിക്കാനുള്ള എന്താണ്, കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഇക്വേഷൻ സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. ഇങ്ങനെ എന്താണ് ഒരു 3 ഐഡൻറ്റിറ്റീസ് ഉണ്ട്. ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഒക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. അടുത്ത നമ്മൾ അതിൻ്റെ വാല്യൂസ് അറിയണം. എന്താണ് സൈൻ തീറ്റ, കോസ് തീറ്റ, അതുപോലെ എന്താണ് ടാൻ തീറ്റ. 0 ഡിഗ്രി, 30, 45, 60, 90. എന്താണ് സൈൻസ് എന്താണ് 0. അടുത്തത് 1/2, 1/√2, √3/2, ഇത് 1. ഇത് 1, √3/2, 1/√2, 1/2, 0. അതായത് ടാൻ 0 എന്താണ് 0, ടാൻ 30 1/√3, ടാൻ 45 1, ഇത് √3, ഇതെന്താണ് നോട്ട് ഡിഫറെൻറ്റ്. ഇതെല്ലാം നിങ്ങൾ കാണാൻ പിടിച്ചിരിക്കേണ്ട സാധനമാണ്, നമുക്ക് ആവശ്യമുള്ള കാര്യമാണ് ഇതൊക്കെ. ഇനി ഞാൻ പറഞ്ഞു 1 യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിളാണ് ഇത്. 0 0 ആണെങ്കിൽ ഇത് 0 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, ഇത് 180 ഡിഗ്രി, ഇത് 270 ഡിഗ്രി, വീണ്ടും 360, അങ്ങനെ വെക്കൊണ്ടേ ഇരിക്കും അല്ലേ. ഇതിൻ്റെ 1 യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിളാണ്. ഇവിടുത്തെ പോയിന്റ് ഏതായിരിക്കും, 1 0. ഇത് ഏതായിരിക്കും, ഇവിടുത്തെ പോയിന്റ് ഏതായിരിക്കും, 0 1. ഈ പോയിന്റ് ഏതായിരിക്കും, -1 0. ഈ പോയിന്റ് ഏതായിരിക്കും, 0, -1. ഇതിൽ ആദ്യം എടുക്കുന്നത് എന്താണ്, കോസ് തീറ്റയും, രണ്ടാമത് വരുന്നത് സൈൻ തീറ്റയും. ഇതിനെ ഇവിടെ കിട്ടി കാണൂല, ഞാൻ പറഞ്ഞുതരാം. അതായത് കോസ് 0 ചോദിച്ചാൽ ആൻസർ എന്താണ്, 1ഉം, സൈൻ 0 0. അതുപോലെ തന്നെ അടുത്ത് എന്താണ്, കോസ് 90 ചോദിച്ചാൽ 0, സൈൻ 90 1. കോസ് 180 -1, സൈൻ 180 0.
കോസ് 270 0, കോസ് 90, സൈൻ 270 എത്ര -1. വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് വെക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു ടേബിൾ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും, കാണാതെ എന്താണ് പഠിച്ചു വയ്ക്കാനായിട്ട് പറ്റും. ഇനി ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് ഉണ്ട്, 0 മുതൽ 90 വരെ എന്താണ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ ഫംഗ്ഷനും ഓൾ ഫംഗ്ഷൻസ് ആർ എന്താണ് പോസിറ്റീവ് ആണ്. ഓൾ ഫംഗ്ഷൻസ് എന്താണ്, എല്ലാ ഫംഗ്ഷനും എന്താണ് പോസിറ്റീവ് ആണ്. ഇവിടെ വരുമ്പോൾ ആരാണ്, സൈനും കൊസീക്കും ആണ് എന്ത് പോസിറ്റീവ്, ബാക്കിയുള്ള എല്ലാവരും എന്താണ് നെഗറ്റീവ്. ഇവിടെ വരുമ്പോൾ ടാനും കോട്ടും ആണ് എന്താണ് പോസിറ്റീവ്, ബാക്കിയുള്ള എല്ലാവരും എന്താണ് നെഗറ്റീവ്. ഇവിടെ വരുമ്പോൾ ആരാണ്, കോസും സീക്കും ആണ് എന്ത് പോസിറ്റീവ്, ബാക്കിയുള്ള എല്ലാ ആൾക്കാരും എന്താണ് നെഗറ്റീവ്. ഇതെല്ലാം നിങ്ങൾ ഓർമ്മയിരിക്കേണ്ട കാര്യങ്ങളാണേ. നെക്സ്റ്റ് നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് എന്താണ്, കോമ്പൗണ്ട് ആംഗിൾസ് ആണ്. കോമ്പൗണ്ട് ആംഗിൾസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? കോമ്പൗണ്ട് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ അത് എത്രയേ ഉള്ളൂ, സൈൻ എ പ്ലസ് ബി. സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഇവിടെ മൈനസ് ആണ് ചോദിക്കണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നത്, മൈനസ് ചെയ്യുന്നത്. അടുത്തത് കോസ് എ പ്ലസ് ബി. കോസ് എ പ്ലസ് ബി ചോദിച്ചാൽ എന്താണ് മക്കളെ, കോസ് എ കോസ് ബി പ്ലസ് അല്ല കേട്ടോ, അവിടെ മൈനസ് ആണ് കാരണം മൈനസ് സൈൻ എ സൈൻ ബി. എന്നാൽ ഇവിടെ ചോദിക്കുന്നത് മൈനസ് ആണെങ്കിൽ ഇവിടെ എന്ത് വരും, ഇവിടെ പ്ലസ് വരും, അത്രയേ ഉള്ളൂ വ്യത്യാസം. അടുത്തത് ടാൻ എ പ്ലസ് ബി. ടാൻ എ പ്ലസ് ബി ചോദിച്ചാൽ എന്താണ്, ടാൻ എ പ്ലസ് ബി ചോദിച്ചാൽ എന്താണ് മക്കളെ, ടാൻ എ പ്ലസ് ടാൻ ബി ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ. പിന്നെ ഇവിടെ മൈനസ് ആണ് ചോദിക്കുന്നതെങ്കിൽ, ഇവിടെ മൈനസ് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ പ്ലസ് വരെ എന്ത് വരും, മൈനസ് വരും. ഇവിടെ മൈനസ് വരെ എന്ത് വരും, പ്ലസ് വരും. അത്രയേ ഉള്ളൂ. അത്രയ്ക്ക് എന്താണ് വളരെ ഈസി ആയിട്ട് വരുന്നുള്ളൊരു ചാപ്റ്ററാണ്. ഈസി ചാപ്റ്റർ എന്ന് പറയാൻ പറ്റൂല, അത് പലരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനിയുള്ള മൾട്ടിപ്പിൾ ആംഗിൾസ് ആണ് പഠിച്ചു വയ്ക്കുക. സൈൻ 2a. സൈൻ 2a എന്ന് പറയുന്നത് എന്താണ് മക്കളെ, 2 സൈൻ എ കോസ് എ. 2 സൈൻ എ കോസ് എ. ഇതിൻ്റെ ടാൻ വേർഷൻ ചോദിച്ചിട്ടുണ്ട് 2024, കഴിഞ്ഞ വർഷം ചോദിച്ചത് നിങ്ങൾക്ക് ഓർമ്മ കാണും. അപ്പോൾ സൈൻ 2യുടെ എന്താണ് ടാൻ വേർഷൻ എന്താണ്, 2 ടാൻ എ എന്താണ്, 2 ടാൻ എ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എ. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട് സൈൻ 2a എങ്ങനെ ടാൻ എ ടേംസിൽ എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും, 2 ടാൻ എ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഇനി നമുക്ക് വേണ്ട എന്താണ്, കോസ് 2a ആണ്. കോസ് 2a എന്താണ് കോസ് 2യുടെ ഇക്വേഷൻ, ഫസ്റ്റ് വൺ കോസ് സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ എ. ഇതിൻ്റെയും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചെയ്തതേ ഉള്ളൂ. ഇനി വീണ്ടും ഇത് നമ്മൾ എന്താണ്, കോസിൻ്റെ ടേംസിൽ നമുക്ക് എന്താണ് എഴുതാനായിട്ട് പറ്റും. അതെങ്ങനെ എഴുതാൻ പറ്റും, 2 കോസ് സ്ക്വയർ എ മൈനസ് 1 എന്നും അതുപോലെ 1 മൈനസ് 2 സൈൻ സ്ക്വയർ എ എന്നും നമുക്ക് എന്താണ്, അതുപോലെ ടാനിൻ്റെ ടൈമിൽ എങ്ങനെ നമ്മൾ എഴുതും, ടാനിൻ്റെ ടൈമിൽ 1 മൈനസ് ടാൻ സ്ക്വയർ എ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഇനി നമുക്ക് വേണ്ട അടുത്ത ഇക്വേഷനാണ് ടാൻ 2a. ടാൻ 2യുടെ ഇക്വേഷൻ എന്താണ്, ടാൻ 2a ഈക്വൽ ടു എന്താണ്, 2 ടാൻ എ ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എ. ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അതുപോലെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക സൈൻ 3യുടെ ഇക്വേഷൻ. സൈൻ 3 അങ്ങനെ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാൽ ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക 3 സൈൻ എ മൈനസ് എന്താണ് 4 സൈൻ ക്യൂബി. അത്ര കമ്പൾസറി ആയിട്ട് പഠിക്കേണ്ട സാധനമല്ല, എന്നാലും ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. കോസ് 3a എന്ന് പറയുമ്പോൾ എന്തുണ്ട്, കോസ് 3a എന്ന് പറയുമ്പോൾ 4 കോസ് ക്യൂബ് എ മൈനസ് 3 കോസ് എ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമുക്ക് സം ആൻഡ് ഡിഫറൻസ് ഫോർമുല ഇത്രയേ ഉള്ളൂ. എന്താണ് അടുത്ത് പഠിച്ചു വയ്ക്കേണ്ട സാധനങ്ങൾ ഇതാണ്, സൈൻ എ കോസ് ബി. എന്താണ് സൈൻ എ കോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാഫ് ഇൻറ്റു സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. ഓർത്ത് വെച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അടുത്തത് കോസ് എ സൈൻ ബി. എന്താണ് കോസ് എ സൈൻ ബി ചോദിച്ചാൽ എന്താണ്, വീണ്ടും ഹാഫ് ഇൻറ്റു സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ എ മൈനസ് ബി. അടുത്തുള്ളത് എന്താണ്, കോസ് എ കോസ് ബി. കോസ് ബി ചോദിച്ചാൽ ഹാഫ് ഇൻറ്റു കോസ് എ പ്ലസ് ബി പ്ലസ് എന്താണ് കോസ് എ മൈനസ് ബി. വീണ്ടും നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, സൈൻ എ സൈൻ ബി.
സൈൻ എ സൈൻ ബി ചോദിച്ചാൽ ഒരു മൈനസ് വരും. -½ ഇൻറ്റു കോസ് എ പ്ലസ് ബി മൈനസ് കോസ് എ മൈനസ് ബി. ഇനി നമുക്ക് സമ്മിൻ്റെ ഒരു ഇക്വേഷൻ കൂടെ ഒരു സെറ്റ് കൂടെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞാൽ സംഭവം തീർന്നു. ആ ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് സൈൻ സി പ്ലസ് സൈൻ എ പ്ലസ് സൈൻ ബി. സൈൻ എ പ്ലസ് സൈൻ ബി ആൻസർ എന്താണ് മക്കളെ? 2 സൈൻ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2. ഇക്വേഷൻ പറയാൻ തന്നെ വേണ്ടി ഒരു ഏകദേശം ഒരു 10-15 മിനിറ്റ്. അടുത്തെന്താണ് മക്കളെ? സൈൻ എ മൈനസ് സൈൻ ബി. സൈൻ എ മൈനസ് സൈൻ ബി ചോദിച്ചാൽ എന്താണ്? 2 കോസ് സ്റ്റാർട്ട് ചെയ്യുക. 2 കോസ് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ 2. നെക്സ്റ്റ് വൺ എന്താണ്ട? കോസ് എ പ്ലസ് കോസ് ബി. ആൻസർ 2 കോസ് എ പ്ലസ് ബി ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2. നെക്സ്റ്റ് വൺ കോസ് എ മൈനസ് കോസ് ബി ചോദിച്ചാൽ എന്താണ് ആൻസർ? ഒരു മൈനസ് ഇടുക. -2 സൈൻ എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു സൈൻ എ മൈനസ് ബി ബൈ 2. അപ്പോൾ ഇത്രയാണ് നമ്മളതിനകത്തുള്ള ഇക്വേഷൻസ്. നമുക്ക് എന്ത് ചെയ്യാം? നേരെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. അല്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ടാൻ സ്ക്വയർ 60 എന്താണ് പറയുക? ടാൻ സ്ക്വയർ 60 പ്ലസ് ടാൻ സ്ക്വയർ 45 ഈക്വൽ ടു ഡാഷ് എന്ന് തയ്യാണ്. ടാൻ 60 വരെ എത്രയാണ്? ടാൻ 60 √3 ആണ്. √3/1 എന്ന് വേണമെങ്കിൽ എഴുതാം. ടാൻ 60 √3/1 ഹോൾ സ്ക്വയർ പ്ലസ് ടാൻ 40 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ഈക്വൽ ടു √3 സ്ക്വയർ എന്താണ് നമ്മളെ 3 അല്ലേ? പ്ലസ് 1 സ്ക്വയർ 1. അപ്പോൾ 3 + 1 എത്രയാണ് ആൻസർ? 4. ആൻസർ 4 ആണ്. അതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? റൈറ്റ് ദി ഫോർമുല ഫോർ ടാൻ എ പ്ലസ് ബി. ടാൻ എ പ്ലസ് ബിയുടെ ഫോർമുല കണ്ട നമ്മൾ എഴുതിയിട്ടേക്കുന്ന ഫോർമുലകളെല്ലാം പഠിക്കുക. ടാൻ എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ് ഇക്വേഷൻ? ടാൻ എ പ്ലസ് ടാൻ ബി ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. വീണ്ടും ചോദിച്ചിരിക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ സൈൻ 3. എടാ നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കിയ സാധനമാണ്. പക്ഷേ അത് എന്ത് ചെയ്തിട്ടുണ്ട്? 2021 എക്സാമിന് എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. സൈൻ 3യുടെ എന്താണ് എക്സ്പാൻഷൻ ഫോം എന്താണ് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ സൈൻ 3. സൈൻ 3യുടെ എക്സ്പ്രഷൻ എന്താണ്? 3 സൈൻ എ മൈനസ് 4 സൈൻ ക്യൂബ് എ. നിസ്സാരമെന്ന് കളഞ്ഞ സാധനം നിസ്സാരമല്ല. എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ഇത്ര നിങ്ങൾക്ക് ചെയ്ത് കിട്ടുമ്പോൾ ആൻസർ എത്രയാണ്ട? ഇതിന് എത്രയാണ്? ഇതിനൊരു മാർക്ക്, ഇതിനൊരു മാർക്ക്, ഇതിനെന്താണ്ട? 1 മാർക്ക്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് ടാൻ തീറ്റ ഈക്വൽ ടു 3. ടാൻ തീറ്റയുടെ വാല്യൂ എത്രയാണ്? ടാൻ തീറ്റയുടെ വാല്യൂ എന്താണ്? 3 ആണ്. തീറ്റ അക്യൂട്ട് ആംഗിൾ ഫൈൻഡ് സൈൻ തീറ്റ കോസ് തീറ്റ. ഇങ്ങനെ എളുപ്പമാണ്. 3/1 എന്ന് കൊടുക്കുക. ഒരു ചെറിയൊരു റൈറ്റ് ട്രയാങ്കിൾ നിങ്ങൾ വരയ്ക്കുക. ഒരു ചെറു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുക. ഇവിടെ തീറ്റ എന്ന് കൊടുക്കുക. ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് 3യും അഡ്ജസൻ്റ് എന്താണ് 1ഉം. അങ്ങനെയെങ്കിൽ ഹൈപ്പോട്ടനസ് എന്തായിരിക്കും? ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ? അപ്പോൾ ബേസ് ആരാണ് ഇവിടെ? 1 സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് 3യുടെ സ്ക്വയർ. 1 + 9 ഈക്വൽ ടു √10 എന്ന് കിട്ടും. എന്നിട്ട് ഇവിടെ √10 എന്ന് കിട്ടും. ഇവിടെ 10 എന്നാണ് ആൻസർ വരുന്നത്. സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? √10 ആവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? സൈൻ തീറ്റയും കോസ് തീറ്റയും അല്ലേ? അപ്പോൾ സൈൻ തീറ്റ എന്താണ്? സൈൻ തീറ്റ നിങ്ങൾ തന്നെ പറ. സൈൻ തീറ്റ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് 3/√10. ഇനി കോസ് തീറ്റ എന്താണ്? കോസ് തീറ്റ അഡ്ജസൻ്റ് ബൈ ഹൈപ്പോട്ടനസ്. അഡ്ജസൻ്റ് ആരാണ്ട? 1ഉം ഹൈപ്പോട്ടനസ് ആരാണ്? √10ഉമാണ്. ഇത്രയുള്ളൂ. വളരെ ഈസിയാണ്. ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടണം? 3 മാർക്ക് കിട്ടണേ. അടുത്ത പ്രശ്നം നോക്കിയേ. ഇഫ് ടാൻ എ ഈക്വൽ ടു 1/2, ടാൻ ബി ഈക്വൽ ടു 1/3, എ ആൻഡ് ബി ആർ അക്യൂട്ട് ആംഗിൾ ഷോ ദാറ്റ് എ പ്ലസ് ബി ഈക്വൽ ടു 45 ഡിഗ്രി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ടാൻ എ പ്ലസ് ബി അങ്ങ് എടുക്കാം. ടാൻ എ പ്ലസ് ബി. നമുക്ക് എ പ്ലസ് ബി എന്തെന്നല്ലേ അറിയേണ്ടത്. അപ്പോൾ ടാൻ എ പ്ലസ് ബിയുടെ ഇക്വേഷൻ എന്താണ്? ടാൻ എ പ്ലസ് ടാൻ ബി ബൈ ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി അല്ലേ?
നമുക്ക് കൊടുക്കാം ടാൻ എ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് 1/2 അല്ലേ. അപ്പോൾ 1/2 പ്ലസ് ടാൻ ബി എന്ന് പറഞ്ഞാൽ 1/3/1 മൈനസ് 1/2 ഇൻറ്റു 1/3 അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 1 ഇൻറ്റു 3 3 പ്ലസ് 2 ഇൻറ്റു 1 2 ഇൻറ്റു 3 6 ഓൾ ഡിവൈഡ് ബൈ 1 മൈനസ് ഇവിടെ രണ്ട് ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ ചെയ്യും. 1 ഇൻറ്റു 1 1/2 ഇൻറ്റു 3 എത്രയുണ്ടാവും മക്കളെ 6. നമുക്കിവിടെ ക്രോസ് ചെയ്യാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 3 + 2 എന്താണ് മക്കളെ ആൻസർ 5/6 ഓൾ ഡിവൈഡ് ബൈ 1/1. 1 ഇൻറ്റു 6 എന്താണ് 6 മൈനസ് 1 ഇൻറ്റു 1 1/1 ഇൻറ്റു 6 6. ദാറ്റ് ഇസ് ഈക്വൽ ടു 5/6 ക്യാൻസൽ നമുക്ക് എത്ര കിട്ടും ആൻസർ 1 എന്ന് കിട്ടും. അതായത് എപ്പോഴാണ് ടാൻ്റെ വാല്യൂ 1 ആവുന്നത്, അതായത് നമുക്കിവിടെ കിട്ടിയ ആൻസർ എന്താണ് ടാൻ എ പ്ലസ് ബി ഈക്വൽ ടു 1 എന്നാണ് കിട്ടിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടാൻ 45ൻ്റെ വാല്യൂ അല്ലേ 1 അല്ലേ. ടാൻ 45 എന്ന് പറയുന്നതല്ലേ 1. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബിയുടെ വാല്യൂ എന്തായിരിക്കും ഇവിടെ 45 ഡിഗ്രി ആയിരിക്കും. ഹെൻസ് പ്രൂവ്ഡ്. ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് കിട്ടുന്ന മാർക്ക് എത്രയാണ്? എത്ര മാർക്കാണ്? 3 മാർക്കാണ്. 3 മാർക്ക് കിട്ടുകയാണേ. അടുത്ത ദിവസം നോക്കിയാൽ സൈൻ എയുടെ വാല്യൂ സൈൻ എ എന്ന് പറയുന്നത് എത്രയാണ്? 0.6 ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? സൈൻ 2a എന്താണെന്ന് കണ്ടുപിടിക്കണം. സൈൻ 2a ആണെന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ? 2 സൈൻ എ കോസ് എ അല്ലേ. നമുക്കിവിടെ അവരുടെ ആരുടെ വേണമെങ്കിൽ കോസ് എ കൂടെ വേണം അല്ലേ. അപ്പോൾ സൈൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്ടാ 0.6 എന്ന് പറഞ്ഞാൽ 6/10 എന്ന് എഴുതാം. കുറച്ചുകൂടെ തന്നെ നമുക്ക് സിമ്പിളസ്റ്റ് ഫോം ആക്കുമ്പോൾ എന്ത് കിട്ടും? 3/5 എന്ന് കിട്ടും. ഒരു കുഞ്ഞ് റൈറ്റ് ട്രയാങ്കിൾ അങ്ങ് വരയ്ക്കുക. ഇവിടെ എന്താണ് എ എന്ന് കൊടുക്കുക. ഇതിനകത്ത് എ എന്ന് കൊടുത്താൽ സൈൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്ടാ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോണസ്. ഓപ്പോസിറ്റ് 3യും ഹൈപ്പോണസ് 5 ആണെങ്കിൽ ഇവിടെ ബേസ് എങ്ങനെ കണ്ടുപിടിക്കും? ഹൈപ്പോണസ് സ്ക്വയർ മൈനസ് ആൾട്ടോഡ് സ്ക്വയർ. ഹൈപ്പോണസ് ആരാണ്? 5 സ്ക്വയർ മൈനസ് എന്താണ് 3 സ്ക്വയർ. 5 സ്ക്വയർ എത്രയാണ് മക്കളെ? 25 മൈനസ് 9 എത്രയാണ്? 16. നമുക്ക് ബേസ് ആണ് വേണ്ടത്. സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ √16. √16ൻ്റെ വാല്യൂ എത്രയാണ്? 4. അപ്പോൾ ഇത് 4 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് കോസ് എ എന്തായിരിക്കും? കോസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസ്റ്റൻ്റ് സൈഡ് ബൈ ഹൈപ്പോണസ്. നമുക്ക് നേരെ അടുത്തതിൽ അപ്ലൈ ചെയ്താൽ മതി. 2 ഇൻറ്റു സൈൻ എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3/5 ഇൻറ്റു കോസ് എ എന്ന് പറഞ്ഞാൽ ആരാണ്? 4/5. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 6 6 ഇൻറ്റു 4 24 24/5 ഇൻറ്റു 5 25. ആൻസർ 24/25 എന്ന് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് കിട്ടും എത്ര മാർക്ക് കിട്ടൂടാ? 3 മാർക്ക് ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അത് ദിവസം നോക്കിയാൽ ടാൻ എ ഈക്വൽ ടു 5/12 എ ലൈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ്. ഏത് ക്വാഡ്രൻ്റാണ്? തേർഡ് ക്വാഡ്രൻറ്റിലാണ് എ കിടക്കുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? ഫൈൻഡ് ഓൾ അതർ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ബാക്കിയുള്ള എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇവിടെയും നമുക്ക് എന്താണ് ഏറ്റവും വളരെ എളുപ്പമുള്ള മാർഗ്ഗം നമ്മൾ നേരത്തെ ചെയ്ത ട്രയാങ്കിൾ വരയ്ക്കുക. എപ്പോഴും നിങ്ങൾ ട്രയാങ്കിൾ വരച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നമുക്ക് എ എന്ന് കൊടുക്കാം. ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. അങ്ങനെ ഇവിടെ ഹൈപ്പോണസ് സ്ക്വയർ ഈക്വൽ ടു എന്തായിരിക്കും? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടോഡ് സ്ക്വയർ. ബേസ് 12 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. അപ്പോൾ 144 പ്ലസ് 25 ആൻസർ 169 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോണസ് സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? റൂട്ടാവും. 169ൻ്റെ റൂട്ട് എത്രയുണ്ട്? 13. അപ്പോൾ ഇവിടെ ഹൈപ്പോണസ് എത്രയാണ്? ഹൈപ്പോണസ് 13. നമുക്ക് എല്ലാ ഫംഗ്ഷനും എഴുതാം. സൈൻ എ എന്തായിരിക്കും ഇവിടെ? സൈൻ എ 5/13. കോസ് എ എന്തായിരിക്കും? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോണസ് 12/13. ടാൻ എ എന്തായിരിക്കും? ടാൻ എ 5/12 ആണല്ലേ. ഇനി അടുത്തത് കൊസീക്ക് എന്തായിരിക്കും? കൊസീക്ക് ഈക്വൽ ടു നേരെ തലയിരിച്ചാൽ മതി 13/5. സൈനെ തലയിരിക്കുമ്പോൾ സീക്ക് എന്തായിരിക്കും? തലതിരിക്കുക. അപ്പോൾ എന്താവും? 13/12. അടുത്ത കോട്ടെ എന്താവും? ടാനെ തലയിരിക്കുമ്പോൾ എന്താവും? 12/5 എന്നാവും. ഇനി നമുക്ക് ഏത് ക്വാഡ്രൻ്റ് പറഞ്ഞാൽ തേർഡ് അല്ലേ. തേർഡിൽ ആരൊക്കെയാണ് പോസിറ്റീവ്? തേർഡിൽ ടാനും കോട്ടും ആണ് എന്ത്? പോസിറ്റീവ്. ബാക്കിയുള്ള എല്ലാവരും എന്താണ്? നെഗറ്റീവ്. അപ്പോൾ ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്. ഓക്കെ, വളരെ ഈസി അല്ലടാ. ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒറ്റ അടിക്കുന്ന ഒരു മാർക്ക് 7 മാർക്കാണ് പറയുന്നത്. 7 മാർക്ക് കേട്ടോ. അടുത്തൊരു ഡിഫറെൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ടാൻ 15 പ്ലസ് കോഡ് 15 വാല്യൂ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? 4 എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഈക്വൽ ടു 4 നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ഏറ്റവും ഒരു എളുപ്പമുള്ള മാർഗ്ഗമുണ്ടേ. നമുക്ക് ആദ്യം ഓരോ സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. ഇനി ആദ്യം ഇവിടെ ടാൻ 15 അങ്ങ് എടുക്കുകയാണ്. ടാൻ 15 എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ടാൻ 45 - 30 എന്ന് എഴുതിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 45 - 30 ആണല്ലോ ടാൻ 15.
അപ്പോൾ ടാൻ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എന്താണ് ആൻസർ? ടാൻ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് മൈനസ് ടാൻ വൈ ഓൾ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ടാൻ വൈ. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ 45 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 1 മൈനസ് ടാൻ 30 എന്ന് പറയുന്നത് എന്താണ് മക്കളെ? 1/√3 ഓൾ ഡിവൈഡ് ബൈ 1 പ്ലസ് ഇവിടെയും 1 ആണ്. 1 ഇൻറ്റു ടാൻ 30 എന്ന് പറയുന്നത് എന്താണ്? ടാൻ 30 അല്ലേ? അപ്പോൾ എന്താവും? അത് 1/√3 എന്നാവും. ഓക്കെ, മുകളിൽ താഴെ എന്ത് ചെയ്യാൻ? മൾട്ടിപ്ലൈ അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? 1 ഇൻറ്റു √3 മൈനസ് 1 ഓൾ ഡിവൈഡ് ബൈ 1 ഇൻറ്റു √3 ഓൾ ഡിവൈഡ് ബൈ ഇവിടെയും 1 ഇൻറ്റു √3 പ്ലസ് 1 ഇൻറ്റു 1 ബൈ 1 ഇൻറ്റു √3 നമുക്ക് അതിനെ ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് എന്ത് കിട്ടും? √3 മൈനസ് 1 ബൈ √3 പ്ലസ് 1 എന്ന് കിട്ടും. അവിടെ നിൽക്കട്ടെ. ടാൻ 15 ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കോട്ട് 15 എന്തായിരിക്കും? ഇവിടെ കോട്ട് 15. ഈ ടാൻ 15 എന്താണോ അതിനെ തലയിരിച്ചാൽ പോരെ കോട്ട് 15 കിട്ടാൻ. അപ്പോൾ ടാൻ 15 നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ √3 മൈനസ് 1 ബൈ √3 പ്ലസ് 1 എന്നാണ്. അപ്പോൾ അതിനെ തലയിരിക്കുമ്പോൾ എന്താവും? ആ തലയിരിക്കുമ്പോൾ എന്താവൂടാ? അത് എങ്ങനെയായിട്ട് മാറും? √3 പ്ലസ് 1 ബൈ √3 മൈനസ് 1 എന്നായിട്ട് മാറും. നമുക്ക് നമ്മുടെ നേരെ ക്വസ്റ്റ്യനോട്ട് വരാം. നമ്മുടെ ക്വസ്റ്റ്യൻ നേരെ അതിനെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാം? എടുത്ത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടാൻ 15 എന്ന് പറഞ്ഞാൽ ആരാണ്? √3 മൈനസ് 1 ബൈ √3 പ്ലസ് 1 പ്ലസ് √3 പ്ലസ് 1 ബൈ √3 മൈനസ് 1. നമുക്ക് എന്താണ്? ക്രോസ് ആയിട്ട് ഇൻറ്റു ചെയ്യാം അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? √3 മൈനസ് 1 ഇൻറ്റു √3 മൈനസ് 1 പ്ലസ് √3 പ്ലസ് 1 ഇൻറ്റു √3 പ്ലസ് 1 ഓൾ ഡിവൈഡ് ബൈ എന്താണ്? √3 പ്ലസ് 1 ഇൻറ്റു √3 മൈനസ് 1. സോ ആൻസർ √3 മൈനസ് 1 ഇൻറ്റു √3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? √3 മൈനസ് 1 ഓൾ സ്ക്വയർ പ്ലസ് അടുത്തത് എന്താണ്? √3 പ്ലസ് 1 ഓൾ സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ആൻസർ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ആൻസർ എന്താണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ എന്താണ്? √3യുടെ സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാം. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ മൈനസ് 2ab 2 ഇൻറ്റു √3 ഇൻറ്റു 1 പ്ലസ് ബി സ്ക്വയർ പ്ലസ് വീണ്ടും √3 പ്ലസ് 1 ഹോൾ സ്ക്വയർ പറഞ്ഞാൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab 2 ഇൻറ്റു √3 ഇൻറ്റു 1 പ്ലസ് ബി സ്ക്വയർ പറഞ്ഞാൽ 1 സ്ക്വയർ അല്ലേ? ഓൾ ഡിവൈഡ് ബൈ എന്താണ്? √3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പിന്നെ 3 ആണ്. മൈനസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? 1 ആണ്. ഓക്കെ, ഇവിടെ നോക്കി ഈ രണ്ട് സാധനങ്ങൾ ഇതും എന്താണ്? ഒരേ സാധനമാണെങ്കിൽ ഡിഫറൻറ്റ് സിമ്പിൾ അല്ലേ? നമുക്ക് അതിനെ നൈസായിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് എന്ത് കിട്ടും? √3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആണ് പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. √3യുടെ സ്ക്വയർ വീണ്ടും അവിടെ 3 ആണ്. ലാസ്റ്റ് 1ൻ്റെ സ്ക്വയർ പറഞ്ഞാൽ 1 ആണ്. ബൈ 3 മൈനസ് 1 2 ആണ്. മുകളെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. 8/2 നമുക്ക് എന്തെന്ന് കിട്ടും? ഫൈനലിൽ 4 എന്ന് കിട്ടും. ഒരു 7 മാർക്ക് ക്വസ്റ്റ്യൻ ആംബിയൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം നല്ല രീതിയിൽ എന്താണ്? നല്ല സ്റ്റെപ്പുകളുണ്ട്. ഇത്രയും നമുക്ക് തലയും വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ 2022 2022 ചോദിച്ചത് ഒരു 45 ഡിഗ്രി എത്ര റേഡിയനിലാണ് ക്വസ്റ്റ്യൻ? ഡാഷ് റേഡിയൻ. എന്ത് ചെയ്യും? 45ന് നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. എത്രയാണ്? ഇനി റേഡിയൻ ആക്കാനായിട്ടൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഏതുകൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്? π/180 കൊണ്ട് എന്ത് ചെയ്യുക? അതിനെ ഇൻറ്റു ചെയ്യുക. 45ഉം 180 നമുക്ക് 45 വെച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ 1ഉം 4 എന്ന് കിട്ടും. സോ ആൻസർ π/4 ആണ്. എത്ര? π/4 റേഡിയൻ ആണ്. എത്രയാണ്? π/4 റേഡിയൻ. അതിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ 1 മാർക്ക് കിട്ടും കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ് sin 30 sin 30 പ്ലസ് cos 60. sin 30 എത്രയാണ്? sin 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2ഉം cos 60 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 1/2 തന്നെയാണ്. cos 60യും 1/2 തന്നെയാണ് ആൻസർ. അപ്പോൾ ആൻസർ ഡിനോമിനേറ്റർ സെയിം ആണ്. അത് അതുപോലെ എഴുതുക. ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. 1 + 1 എത്രയുണ്ട്? 2/2. എത്ര കിട്ടും ആൻസർ? 1 എന്ന് കിട്ടും.
അപ്പോഴും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടൂടാ? 1 മാർക്ക് അവിടെ കിട്ടുകയാണ്. ഇനി വീണ്ടും അവിടെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് സൈൻ എ പ്ലസ് ബിയുടെ ആൻസർ എന്താണ്? സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എ പ്ലസ് ബി എന്താണ്? സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഇത്രയേ ഉള്ളൂ. അപ്പോഴും നിങ്ങൾക്ക് കിട്ടിയടാ 1 മാർക്ക്.